പ്രിയപ്പെട്ടവരെ, ഇറാൻ വളരെ തന്ത്രപരമായി ബുദ്ധിപരമായിട്ടാണ് കാര്യങ്ങളെല്ലാം നീക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രവിശ്യയിലുള്ള GCC രാഷ്ട്രങ്ങളിലൊക്കെയായി ഇറാന്റെ മിസൈൽ ആക്രമണത്തിലൂടെ വലിയ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അമേരിക്കക്ക് വലിയ നഷ്ടങ്ങളുണ്ട്. അതേസമയം GCC രാഷ്ട്രങ്ങൾക്ക് അവരുടെ ടെറിറ്ററികളിൽ അവരുടെ അസറ്റുകൾക്ക് നേരെയും ഇറാന്റെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. അവരുടെ ഡീസാലിനേഷൻ, അതുപോലെ തന്നെ എണ്ണ റിഫൈനറികൾ, ഇങ്ങനെയൊക്കെ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതിൽ വലിയ നഷ്ടങ്ങളാണ് ഖത്തർ, കുവൈത്ത്, ബഹ്റൈൻ, അതുപോലുള്ള UAE തുടങ്ങിയ രാഷ്ട്രങ്ങളിലൊക്കെ ഉണ്ടായിട്ടുള്ളത്. എന്നാൽ ഈ രാഷ്ട്രങ്ങൾക്ക് ഇതിന് എങ്ങനെയാണ് നഷ്ടപരിഹാരം നൽകുക? കാരണം ഈ രാഷ്ട്രങ്ങൾക്ക് വേണ്ടിയല്ല യുദ്ധമുണ്ടായിട്ടുള്ളത്, അമേരിക്കക്കും ഇസ്രായേലിനും വേണ്ടിയാണ്. അതുകൊണ്ട് നഷ്ടം നൽകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്ക് നഷ്ടം എങ്ങനെ നൽകും? അതിന് ട്രംപ് പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇറാന്റെ ഫ്രീസ് ചെയ്ത, ഇറാന്റെ മരവിപ്പിച്ച സ്വത്തിൽ നിന്നും ഈ രാഷ്ട്രങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകുമെന്നാണ്. ഇത് പ്രഖ്യാപിച്ച ഉടനെ തന്നെ ട്രംപിന്റെ മണ്ടയിൽ പിടിച്ചിരിക്കുകയാണ് ഇറാന്റെ മിലിറ്ററി സ്പോക്സ്മാൻ ഉടനെ തന്നെ പ്രതികരിച്ചിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഈ ഒരു ഹോർമസ് കടലിടുക്ക് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു യുദ്ധത്തിൽ ഏറ്റവും വലിയ ഒരു തന്ത്രപരമായ വിജയം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് റഷ്യ പറഞ്ഞത് ലോകത്തെ മുഴുവൻ സ്തംഭിപ്പിക്കുന്ന ഏറ്റവും വലിയൊരു ആണവായുധമാണ് ഇറാന് ഹോർമുസ് കടലിടുക്ക് എന്ന്. അതുകൊണ്ടാണ് ഇത്രയും വലിയ നേട്ടം ഈ യുദ്ധത്തിൽ ഇറാന് ഉണ്ടാക്കാൻ സാധിക്കുന്നത്. അമേരിക്ക ക്ഷീണിക്കുന്നതും അവിടെ തന്നെയാണ്. യഥാർത്ഥത്തിൽ ട്രംപ് കരുതിയ പോലെയൊന്നുമല്ല കാര്യം. ഹോർമുസ് കടലിടുക്കിൽ ഒന്നും ചെയ്യാൻ അമേരിക്കക്ക് സാധിച്ചില്ല എന്നത് പ്രസക്തമായ കാര്യമാണ്. ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് മിലിറ്ററി സ്പോക്സ്മാൻ ഇറാന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്ന പ്രതികരണം, ഏതൊരു രാഷ്ട്രമാണോ ഈ പണം സ്വീകരിക്കുന്നത്, ഇറാന്റെ ഫ്രീസ് ചെയ്ത, ഇറാന്റെ മരവിപ്പിച്ച സ്വത്തിൽ നിന്ന് ഏത് രാഷ്ട്രമാണോ നഷ്ടപരിഹാരമായി സ്വീകരിക്കുന്നതെങ്കിൽ അവർക്ക് വി നെവർ ബി അലൗഡ് ടു ട്രാൻസിറ്റ് ദി സൈറ്റ് ഓഫ് ഹോർമുസ് എന്നാണ്. ഹോർമുസ് കടലെടുക്ക് അവർക്ക് ഒരിക്കലും കടക്കാൻ അനുമതി ഉണ്ടായിരിക്കുകയില്ല, ഒരു കാരണവശാലും അവരെ അനുവദിക്കുകയില്ല എന്നാണ്. നിങ്ങൾ ചിന്തിക്കേണ്ടത്, ഇവിടെ നഷ്ടം ലഭിക്കേണ്ടത് ഖത്തറിനാണ്, അതുപോലെ കുവൈത്തിനാണ്, UAEക്കാണ്, അതുപോലെ തന്നെ ബഹ്റൈൻ തുടങ്ങിയ രാഷ്ട്രങ്ങൾക്കാണ്. എന്നാൽ ഈ രാഷ്ട്രങ്ങൾക്ക് കടൽ വഴി ഏതെങ്കിലും രൂപത്തിലുള്ള ഒരു ചരക്ക് നീക്കമോ അല്ലെങ്കിൽ അവരുടെ ഇമ്പോർട്ട് അല്ലെങ്കിൽ എക്സ്പോർട്ട് ഏത് നടക്കണമെങ്കിലും ഹോർമുസ് കടലിടുക്ക് കടക്കാതെ കഴിയില്ല. അവിടെ അവരുടെ കപ്പലുകൾക്ക് അനുമതി ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞാൽ തീർത്തും ഈ പണം വാങ്ങാൻ അവർക്ക് കഴിയില്ല. കാരണം ഈ ഒരു ഹോർമുസ് കടലിടുക്കിലൂടെ അവരുടെ കപ്പലുകൾക്ക് ഗതാഗതം നടത്താൻ, നീക്കം നടത്താൻ കഴിയാതെ ആ രാഷ്ട്രങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അത് ഇറാൻ അറിയാം. 100% അങ്ങനെ സാധിക്കുകയുള്ളൂ. അതിലൂടെ അവർക്ക് കിട്ടുന്ന നഷ്ടപരിഹാരങ്ങൾക്ക് ഒരു പ്രസക്തിയുമില്ല ഈ ഹോർമുസ് അടക്കപ്പെടുകയാണെങ്കിൽ. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ തന്ത്രപരമായ നീക്കമാണ് നടത്തിയിരിക്കുന്നത്. അത് സ്വീകരിക്കാതിരിക്കാൻ ശക്തമായ രീതിയിലുള്ള ഒരു മുന്നറിയിപ്പാണ് ഇതിലൂടെ ഇറാൻ നൽകിയിരിക്കുന്നത്. ഇവിടെയാണ് ഈ രാഷ്ട്രങ്ങളെ, അല്ലെങ്കിൽ ഈ പ്രവിശ്യയിലുള്ള രാഷ്ട്രങ്ങളെ ഇറാൻ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്, ട്രംപിന്റെ വലയിൽ നിന്നും അവരെ എങ്ങനെയാണ് പിടിച്ചെറിയുന്നത് എന്നതാണ് ഇവിടെ പ്രസക്തമായ കാര്യം.